സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ വലിയൊരു ചൂടില്ലേ, തണുപ്പാണ്. മേളിൽ കൂടെ ഒരു പട്ടി ഓടുന്നുണ്ട് കേട്ടോ. അതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മേളിലേക്ക് നോക്കുന്നത്. പണ്ടത്തെ കുറച്ച് പയർ നട്ട പാത്രത്തിൽ വേറെ കുറച്ച് പയർ നടാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണെങ്കിൽ വെയിലാറിയ സമയമായതുകൊണ്ട് നടാൻ നല്ല എളുപ്പമാണ്, വെയിലും കുറവാണ്. ഇവിടെ ഇനിയിപ്പോൾ പയർ നട്ടെന്നും പറയും നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല കേട്ടോ. പയറിന്റെ ഇല കിട്ടുവാണെങ്കിൽ തോരൻ വെക്കാൻ നല്ലതല്ലേ, അതിനാണ് കേട്ടോ നടുന്നത്. കുറച്ചു കാലം മുമ്പ് നമ്മൾ പയർ കുറെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ പാത്രം മാന്തി നോക്കിയപ്പോൾ അതിന് കുറച്ച് ഇഞ്ചിയൊക്കെ കിട്ടിയിട്ടോ, നേരത്തെ നട്ടതാ. പിന്നെയും കുറെ ഉള്ളിലേക്ക് മാന്തി നോക്കിയപ്പോൾ അതിലെന്തോ തടയുന്ന പോലെ തോന്നി കേട്ടോ. അപ്പൊ പണ്ട് ഇവിടെ അമ്മ കുറെ പാൽച്ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നേ, അതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാച്ചിലാണ്. നല്ല വലിയ 2 കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊലി എന്ന് ജസ്റ്റ് ചിരണ്ടി നോക്കിയപ്പോൾ നീലക്കാച്ചിലായിരുന്നു കേട്ടോ. നീലക്കാച്ചിൽ, വയലറ്റ് കാച്ചിൽ എന്നൊക്കെ പറയും ഇവിടെ. അങ്ങനെ അത് രണ്ടും മാന്തി എടുത്തിട്ട് ഞാൻ ആ പയറും വിത്തൊക്കെ അതിൽ നട്ടു കേട്ടോ. പിന്നെ പഴയ 2 നീലക്കാച്ചിലിന്റെ വിത്ത് അവിടെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നടാൻ വേണ്ടിയിട്ട്. അതും കൂടെ അങ്ങോട്ട് നട്ടു കൊടുത്തേ. കാച്ചിലൊക്കെ ഇതിന്റെ മണ്ടയിൽ നടന്നതാണ് കേട്ടോ സേഫ്.